ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ സോഫ്റ്റ്വെയർ കോഴ്സുകളും. ശബരിമലയിലെ നിറ ഉത്സവത്തിന് ഇപ്രാവശ്യം ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കതിർ കൊണ്ടുപോകും. ഓഗസ്റ്റ് 12-നാണ് ശബരിമലയിലെ നിറ ഉത്സവം. പഞ്ചവാദ്യഘോഷത്തോടെ 11-ന് രാവിലെ 9 മണിക്ക് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ കതിർക്കറ്റകൾ എഴുന്നള്ളിക്കും. ആചാരാനുഷ്ഠാനങ്ങൾക്കൊപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഉത്സവത്തിന്റെയും കലകളുടെയും എല്ലാം പ്രധാന കേന്ദ്രം കൂടിയാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രസമിതിയും ഭക്തജനങ്ങളും കാർഷിക സംസ്കൃതിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. ക്ഷേത്രം വകയായുള്ള 5 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ എല്ലാ വർഷവും നെൽകൃഷി ചെയ്തു വരുന്നുണ്ട്. മലബാറിലെ തന്നെ 300-ലധികം ക്ഷേത്രത്തിലേക്ക് നിറോത്സവത്തിന് ഇവിടെ നിന്ന് കതിർ കൊണ്ടുപോകുന്നത് പതിവാണ്. ശബരിമലയിലെ നിറോത്സവത്തിന് ആനമങ്ങാട് കുന്നിന്മേൽ പാടശേഖരത്തിൽ നിന്നും കതിർ കൊണ്ടുപോകുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രത്യേകത. ആദ്യമായാണ് ഇവിടെ നിന്നും ശബരിമലയിലേക്ക് കതിർ കൊണ്ടുപോകുന്നത്. ഇപ്രാവശ്യം ആഗസ്റ്റ് 12-നാണ് ശബരിമലയിലെ നിറോത്സവം. പഞ്ചവാദ്യാഘോഷത്തോടെയും ഭക്തരുടെ അകമ്പടിയോടെയും 11-ന് രാവിലെ 9 മണിക്ക് കതിർക്കറ്റകൾ എഴുന്നള്ളിക്കും. എല്ലാ വർഷവും കൃഷി നടത്താറുണ്ടെങ്കിലും അതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് നിറോത്സവത്തിന് കതിർക്കറ്റകൾ കൊണ്ടുപോകാറുണ്ടെങ്കിലും ഈ വർഷം നമുക്ക് ശബരിഗിരീശൻ്റെ സന്നിധിയിലേക്ക് ആദ്യമായിട്ടാണ് കതിർ കൊണ്ടുപോകുന്നതിന് അവസരം ലഭിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യ സംഘത്തോടൊപ്പം വളരെ ആഘോഷമായി തന്നെയാണ് ആഗസ്റ്റ് 11-ന് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. 12-ന് കാലത്താണ് ശബരിമലയിൽ നിറോത്സവം. പഞ്ചവാദ്യ സംഘത്തോടൊപ്പം തന്നെ ഈ നിറോത്സവം സമർപ്പിക്കുന്നതിനായി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും പോകുന്നുണ്ട്. വള്ളുവനാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ പല ദിവസങ്ങളിലാണ് ഈ വർഷത്തിൽ നിറോത്സവം നടക്കുന്നത്. ഇതിനാൽ ഇപ്രാവശ്യം വ്യത്യസ്ത മൂപ്പുള്ള ഉമ, കാഞ്ചന, PT7 എന്നീ വിത്തുകൾ ഉപയോഗിച്ചാണ് നെൽകൃഷി ചെയ്തിട്ടുള്ളത്. ക്ഷേത്രം കമ്മിറ്റി അംഗവും കർഷകനുമായ മണലായ ജയപ്രകാശാണ് കുന്നിന്മേൽ പാടശേഖരത്തിലെ കൃഷിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. കിളിശല്യം ഉള്ളതിനാൽ ഏറെ ശ്രദ്ധയോടെയാണ് ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി പരിപാലിച്ചു പോരുന്നത്. 2 വിള നെൽകൃഷിയാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം പാടശേഖരത്തിൽ ചെയ്തു വരുന്നത്. ഇടവിടെയായി ചേന, കപ്പ, വാഴ തുടങ്ങിയ ഇനങ്ങളും കൃഷി ചെയ്തു വരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.